ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ വോക്സ് ചേതനയിൽ ജോയിൻ ചെയ്യുന്നത് ശ്രീ രാജേഷ് ദാസ് ആണ്. സാർ, വെൽക്കം. ഓക്കെ, ചേതനയുമായിട്ട് എന്താണ് ഒരു കണക്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ ചേതന എങ്ങനെയാണ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? ചേതന തന്നെ 30 കൊല്ലം മുമ്പ് തൊട്ട് ചേതനയായിട്ടുള്ള അടുപ്പുണ്ട് എനിക്ക്. ഞാൻ അവിടെ സ്റ്റുഡിയോ തുടങ്ങിയ സമയം തൊട്ട്, ഓഡിയോ സ്റ്റുഡിയോ തുടങ്ങിയ സമയത്ത്, പിന്നെ ചേതന മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ കുറേ കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ എക്സാമിന് കൂടെ ഉണ്ട് ചേതന മ്യൂസിക് അക്കാദമി ചെയ്തത്. പിന്നെ ഭയങ്കര കണക്റ്റഡ്. ഓക്കെ, ഒരു മ്യൂസീഷ്യൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലൈഫിൽ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനുണ്ട്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റ് എടുത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? പെർട്ടിക്കുലർ മൊമെന്റ് ഒന്നും ഇല്ല. കുറെ ആർട്ടിസ്റ്റുകളൊന്നും വായിക്കാൻ പറ്റിയിട്ടുണ്ട്. ലൈക്ക് കോയമ്പത്തൂരിലുള്ള മറ്റേ ഗാനമേളകൾക്കൊക്കെ വായിക്കണ 90s കണ്ടമാനം ആർട്ടിസ്റ്റുകളുടെ കൂടെ വായിച്ചിട്ടുണ്ട്. പി സുശീല, മറ്റേ സൗന്ദരരാജൻ, അങ്ങനെ തമിഴ്നാട്ടിലെ കുറെ ആൾക്കാർ. എന്നാലും ലൈഫിൽ ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണെന്ന് സ്വയം തോന്നിയ ഏതെങ്കിലും നിമിഷങ്ങളുണ്ട്? ഇത് വലിയൊരു അച്ചീവ്മെന്റ്. ഇന്ന് തരണ ഹോണറിങ് ഭയങ്കര അച്ചീവ്മെന്റ്. ഇന്ന് തരുന്നത് ചേതനയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലും? മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് കുറെ. ഞാൻ വർക്ക് ചെയ്തൊരു മൂവിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. മ്യൂസിക്കിനല്ല കിട്ടിയിട്ടുള്ളത്, സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറെ നല്ല സംഭവങ്ങൾ ഉണ്ടായിട്ട് ജീവിതത്തിൽ. ഈ നൊമാഡ്സ് ബാൻഡിനെ കുറിച്ചിട്ടുള്ള ഇതൊന്ന് പറയാമോ? ചെറിയ കുട്ടികളായിരിക്കുന്ന കാലത്ത് തുടങ്ങിയതാണ്. ലൈക്ക് പ്രീഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഹോട്ടലിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനൊരു അവസരം വന്നു. അവർ പറഞ്ഞു അവിടെ വായിക്കാൻ പറ്റുമോ. അയാൾ ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടുന്നുണ്ട്. എനിക്കാണെങ്കിൽ അത്ര വലിയ പിടിയൊന്നുമില്ല അന്ന് കാലത്ത്. അപ്പോൾ നമ്മൾ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ നമ്മൾ നോക്കാം. എന്നിട്ട് അന്ന് ലൂസിയ എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ തൃശ്ശൂർ, അന്ന് കാലത്ത് അവിടെ രാത്രി ബാൻഡായിട്ട് കയറിയതാണ്. അവിടെ 2-3 കൊല്ലം വായിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഷോസിനും പോകാറുണ്ടാവും. പിന്നെ അങ്ങനെയാണ് തുടങ്ങിയത്. കുറച്ച് കാലം 89-ലൊക്കെ ആയപ്പോൾ ടാജിൽ വായിച്ചിട്ടുണ്ട്. ടാജ് മലബാർ, അന്ന് പുതിയ ഹോട്ടലായിട്ട് തുടങ്ങിയതാണ്. അവിടെ ആദ്യത്തെ ബാൻഡ് നമ്മളായിരുന്നു. പിന്നെ കുറച്ച് ഇവരൊക്കെ ഓരോരുത്തർ ഓരോ ജോലിയായിട്ട് അങ്ങോട്ടും കൂടെ ഒക്കെ പോയി. അപ്പോൾ പിന്നെ അത് ഇല്ലാണ്ടായി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു ബാൻഡ്. കാരണം ഓരോരുത്തർ ഉണ്ടായിരുന്നു കൂടെ. അവർ ആ പേരും വെച്ച് വേറെ ആർട്ടിസ്റ്റുകൾ വെച്ച് പ്ലേ ചെയ്തു. ഇപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരുപാട് കലയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ന്യൂജൻ മ്യൂസീഷ്യൻസ് ഉണ്ട്. അവരുടെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പണ്ട് കാലത്തുണ്ടായിരുന്നതും ഇപ്പോൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് തോന്നുന്നത്? അവർക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ഒരു മേജർ ഡിഫറൻസ് തോന്നുന്നത് പണ്ട് കാലത്ത് ഇപ്പോഴത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ? ഭയങ്കര സൗകര്യങ്ങൾ തന്നെയാണ്. ഭയങ്കര സൗകര്യങ്ങൾ തന്നെയാണ്. ഞാനൊക്കെ മ്യൂസിക് പഠിക്കുന്ന കാലത്ത് നമുക്ക് യൂട്യൂബിൽ വീഡിയോ കണ്ട് എങ്ങനെ ഗിറ്റാർ വായിക്കണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഗൂഗിളിൽ കോഡ്സ് നോക്കാൻ പറ്റില്ല. വളർന്നു വരുന്ന ഒരു സമയമായിരുന്നു. ഭയങ്കര അന്നൊക്കെ നമ്മള് ചെവിയെ വെച്ചിട്ട് സിനിമാ തിയേറ്ററിൽ പാട്ട് വീട്ടിലേക്ക് ഓടി പൂമ്പാക്കി ഗിറ്റാർ വായിച്ചു നോക്കാം. അപ്പൊ അതൊക്കെ ഭയങ്കര സൗകര്യമില്ല. അന്ന് പിന്നെ ഇതൊന്നുമില്ല. പിന്നെ കുറച്ചു കാലം കാസറ്റ് റെക്കോർഡേഴ്സ് വന്നു. അതിനും റെക്കോർഡ് പ്ലെയർ ആയിരുന്നു. ഇന്ന് ഭയങ്കര സൗകര്യമായിരിക്കും മ്യൂസിക്. പിള്ളേർക്ക് നല്ല ഗോൾഡൻ ഏജ് ആണ്, നല്ല സമയമാണ്. മ്യൂസിക് മാത്രമല്ല, ടോട്ടലി എവറിത്തിങ്. സോഷ്യൽ മീഡിയയുടെ ഒരു വരവോട് കൂടി അത് മാത്രമല്ല, ഈ ഇപ്പൊ AI എന്നുള്ള സാധനം നമ്മുടെ മ്യൂസിക്കിലും ഉണ്ട്. നമ്മുടെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷനൊക്കെ ഉപയോഗിക്കുന്ന സാധനത്തിൽ ഓരോ പരിപാടികളും ചെറുതായിട്ട് അതിന്റെ സൗകര്യങ്ങളുണ്ട്. ഭാവിയിൽ അത് ഗംഭീരമാവും. ഇപ്പൊ നമ്മൾ കുറച്ച് ട്വീക്ക് ചെയ്യണം. അത് ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ട്വീക്ക് ചെയ്താൽ നല്ല റിസൾട്ട് വരും. അപ്പൊ എല്ലാവർക്കും ആർക്കും വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാന്നുള്ള മാതിരിയായിട്ട് നല്ലതാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മളിപ്പോ അതിന്റെ സൈഡ് എഫക്ട്സ്, ഒരു ഡീമെറിറ്റ്സും പറയാനുണ്ടായിരിക്കും. എന്താ പറയാ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മളതിന്റെ ഒപ്പം പോകണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഡീമെറിറ്റ്സ് നമ്മൾ എന്തിനാ പറ്റിയ ഡീമെറിറ്റ്സ് പറയാം. ഓരോന്നും ഉണ്ടാവണം. അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബഹളം വയ്ക്കാൻ പറ്റുമോ? അത് വരും. ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ വരും നമുക്കറിയാത്തത്. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇതൊന്നും ആലോചിക്കാൻ പറ്റും. ഞാനൊക്കെ ഉള്ളപ്പോൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് സ്കൂളിലാണ് ഓഡിയോ. ഇപ്പൊ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത് ആർക്കും വേണമെങ്കിൽ ചെയ്യാം. അന്ന് വലിയ ട്രാക്ക് ഷീറ്റും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറിയില്ല, സൗകര്യങ്ങൾ കൂടി. അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? കമ്പ്യൂട്ടർ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതേ മാതിരി വളർന്നു വരുന്ന മ്യൂസീഷ്യൻസിനോട് തന്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ? അവരുടെ ഒരു ആർട്ടിസ്റ്റിക് ലൈഫിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഡ്വൈസ്? മ്യൂസിക് പഠിക്കാനാണെങ്കിൽ മ്യൂസിക്കിനോട് ഭയങ്കര സ്നേഹം ഉണ്ടാവണം. പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാനൊരു മനസ്സുണ്ടാവണം. പ്രാക്ടീസ് ചെയ്യാനുള്ള മനസ്സില്ലെങ്കിൽ എത്ര ടാലന്റ് ഉണ്ടായാലും ഒരു ലെവൽ കഴിഞ്ഞാൽ പോവില്ല. ആ ഒരു ആവറേജ് ടാലന്റ് വെച്ച് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ വലിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യാൻ ഭയങ്കര നല്ല കാര്യം. എത്ര വലിയ ടാലന്റ് ഉണ്ടെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യണം. ആ രണ്ടും കൂടി വന്നിട്ടുണ്ടെങ്കിലാണ് ഈ പ്രോഡിജി ജീനിയസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുള്ളത്. ഓക്കെ,
താങ്ക് യു സാർ ഫോർ യുവർ വാല്യൂബിൾ ടൈം. നമ്മൾ ഈ ചേതനയുടെ ബോക്സ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു.